നമുക്ക് ഈ ബാബ വാങ്കയെ പറ്റി പറഞ്ഞപ്പോൾ ഇപ്പോൾ ഒരാൾ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത് നോസ്ട്രാമസിനെ പോലെയാണോ എന്ന് ചോദിച്ചു. നോസ്ട്രാമസ് വളരെ വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ആളാണ്. ബാബ വാങ്ക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇടയിൽ നമ്മുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആളാണ് ബാബ വാങ്ക. 1996 ബാബ വാങ്ക മരിക്കുന്നത്. പക്ഷെ നോസ്ട്രാമസ് എന്ന് പറഞ്ഞാൽ 1566 മരിക്കുന്നത്. അതായത് 16-ാം നൂറ്റാണ്ടിലാണ് നോസ്ട്രാമസ് മരിക്കുന്നത്. അതായത് 430 വർഷം മുമ്പ്. ബാബ വാങ്ക മരിക്കുന്നതിന് 430 വർഷം മുമ്പ് മരിച്ച ആളാണ് നോസ്ട്രാമസ്. നോസ്ട്രാമസിന്റെ പ്രവചനങ്ങൾ വളരെ പ്രസിദ്ധമാണ്. പക്ഷെ നോസ്ട്രാമസിന്റെ പ്രവചനങ്ങൾ ഹൈലി പോയറ്റിക് ലാംഗ്വേജ് ആണ്. പ്രൊഫറ്റിക്കൽ ആൻഡ് പൊയറ്റിക്കൽ ലാംഗ്വേജ് ആയതുകൊണ്ട് ബിംബങ്ങളും കൽപ്പനകളും അതിനകത്ത് ധാരാളം ഉള്ളതുകൊണ്ട് വ്യാഖ്യാനിച്ച് മനസ്സിലാക്കേണ്ട പ്രവചനങ്ങളാണ്. 2025 പറ്റി ഫോർ ഷുവർ നമ്മുടെ നോസ്ട്രാമസും ധാരാളം പ്രവചനങ്ങൾ നടത്തിയിട്ടുണ്ട്. നോസ്ട്രാമസിന്റെ 2025 പ്രവചനങ്ങളിൽ നിന്ന് ചിലത് ഞാൻ പറയാം. ഒന്ന്, നോസ്ട്രാമസിന്റെ ഒരു പ്രവചനം, ഫ്രം ദ ഈസ്റ്റ് ഷാൽ കം എ ഗ്രേറ്റ് വാർ ക്രോസിംഗ് ദ സീസ് ടു ഫ്രാൻസ് ആൻഡ് ഇറ്റലി. ഇങ്ങനെ കവിത പോലെയാണ് അദ്ദേഹത്തിന്റെ പ്രവചനം. അപ്പോൾ അദ്ദേഹത്തിന്റെ യുദ്ധങ്ങളെ പറ്റിയും കോൺഫ്ലിക്റ്റുകളെ പറ്റിയും ആണ് അദ്ദേഹം പ്രവചിക്കുന്നത്. വിശേഷിച്ച് യൂറോപ്പിലെ വലിയ കോൺഫ്ലിക്റ്റ് ഉണ്ടാകും എന്നാണ് അദ്ദേഹം പ്രവചിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം അതൊരു ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസിനെ പറ്റിയാണ് പ്രവചിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പ്രത്യേകിച്ച് നമുക്ക് വിശേഷ ബുദ്ധിയുടെ ഒന്നും ആവശ്യമില്ല. വളരെ നേരിട്ട് അത്, പക്ഷെ കിഴക്ക് നിന്ന് ആ ടെൻഷൻ വരും, കിഴക്ക് നിന്നൊരു യുദ്ധം വരും എന്നാണ് പറയുന്നത്. കിഴക്ക് നിന്ന് എന്ന് പറയുമ്പോൾ അത് എവിടെ നിന്ന് വേണമെങ്കിലും ആകാം. ചൈനയിൽ നിന്നാകാം, മിഡിൽ ഈസ്റ്റിൽ നിന്നാകാം, എവിടെ നിന്നാന്ന് അറിയത്തില്ല. എവിടെയാണ് ഈ ടെറിട്ടോറിയൽ ഡിസ്പ്യൂട്ട്സ് ഉണ്ടാകുന്നത്? ഇപ്പൊ 2025 ഇപ്പോഴത്തെ ഈ ഗ്ലോബൽ പവർ ഡൈനാമിക്സ് ഒക്കെ നമ്മൾ പരിഗണിച്ചാൽ, ഇപ്പോൾ എന്താണ്, സിറിയയിലെ ടെൻഷൻസ് ഉണ്ട്, ഇറാൻ ടെൻഷനിൽ നിൽക്കുകയാണ്. ഷുവറായിട്ട് നമുക്കറിയാം ബംഗ്ലാദേശിലെ പ്രശ്നങ്ങളെ നമുക്കറിയാം. ഇന്ത്യ ചൈന ടെൻഷൻസ് അവിടെ ഉണ്ട്. റഷ്യ ഉക്രൈൻ ടെൻഷൻ അല്ല, അത് ഓൺഗോയിങ് വാറാണ്. അപ്പൊ ഇത്രയേറെ പ്രശ്നങ്ങൾ ഉള്ളപ്പോഴും സ്പെസിഫിക് ആയിട്ട് അദ്ദേഹം പറയുന്നത് കിഴക്ക് നിന്നാണ് ഈ ടെൻഷൻ ഉണ്ടാകുന്നത്. ഇറ്റലിയിലെയും ഫ്രാൻസിനെയും വരെ സ്പർശിക്കുന്ന വിധത്തിൽ ഉള്ള ഒരു വലിയ കലഹത്തിന്റെ തിരമാല യൂറോപ്പിനെ കടന്നു പോകും എന്നാണ് നോസ്ട്രാമസ് പ്രവചിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെയും ഞാൻ ചൂസ് ചെയ്യുന്ന 2025 അദ്ദേഹത്തിന്റെ പ്രവചനങ്ങൾ നോക്കുമ്പോൾ ഏറ്റവും ഹൈലൈറ്റ് ചെയ്യാൻ പറ്റുന്ന പ്രവചനം ഇതാണ്. അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ പ്രവചനം എൻവയോൺമെന്റൽ കാറ്റാസ്ട്രോഫ്സ്, അതായത് പാരിസ്ഥിതിക ദുരന്തങ്ങൾ വ്യാപകമായിട്ടുണ്ടാകുന്ന 2025 പാരിസ്ഥിതിക ദുരന്തങ്ങൾ. ഈ പാരിസ്ഥിതിക ദുരന്തങ്ങൾ ഉണ്ടാകും എന്ന് പറയുമ്പോൾ തന്നെ ഈ ബാബ വാങ്കയുടെ പ്രവചനങ്ങൾക്കകത്ത് അവരുടെ പറയുന്നുണ്ട്, അതായത് ഭൗമേതര വസ്തുക്കളാൽ ഭൂമിക്ക് വലിയ നാശം ഉണ്ടാകുന്നവർ പറയുന്നുണ്ട്. അതൊരു പക്ഷെ ഉൽക്കാപതനമായിരിക്കാം, അല്ലെങ്കിൽ ഒരുപക്ഷെ അന്യഗ്രഹ ജീവികളുടെ ആക്രമണമായിരിക്കാം, അല്ലെങ്കിൽ നമുക്കറിയത്തില്ല ആസ്ട്രോയിഡുകൾ വന്ന് ഇടിക്കുന്നതോ. പക്ഷെ ഏതായാലും ആസ്ട്രോയിഡ് വാച്ച് ഇപ്പോൾ നാസയൊക്കെ ഇന്റൻസിഫൈ ചെയ്തിട്ടുണ്ട്. ആക്ച്വലി യഥാർത്ഥത്തിൽ ആസ്ട്രോയിഡ്സിനെ വാച്ച് ചെയ്യുന്നത് ഈ ജപ്പാനും യൂറോപ്യൻ സ്പേസ് ഏജൻസി നാസയും മാത്രമാണ്. ബാക്കി ഒരുപാട് സ്ഥലങ്ങൾ ഈ ഭൂമിയിലുള്ളതെല്ലാം ബ്ലൈൻഡ് സ്പോട്ട് എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഇപ്പൊ കഴിഞ്ഞ മാസം സൈബീരിയയിൽ വന്ന് ഒരു ആസ്ട്രോയിഡ് വന്നിട്ട്, പക്ഷെ അത് അന്തരീക്ഷത്തിൽ വെച്ച് തന്നെ എരിഞ്ഞുപോയി. അല്പം കൂടെ വലിപ്പമുള്ളതായിരുന്നു വന്നതെങ്കിൽ ചിന്തിക്കാൻ പറ്റാത്ത വലിയ നാശം ഭൂമിയിൽ ഉണ്ടായേനെ. അപ്പൊ ആസ്ട്രോയിഡ് ഒരു വലിയ ത്രെറ്റാണ്. അപ്പൊ ബാബ വാങ്കയുടെ പ്രവചനത്തിൽ ആ സൂചനയുമുണ്ട്. യൂറോപ്പിൽ എങ്ങനെയാണ് ഈ നാശം ഉണ്ടാകുന്നതെന്ന് അവർ പറഞ്ഞിട്ടില്ല. അത് പലരും പല രീതിയിൽ അവരുടെ ഇഷ്ടത്തിന് വ്യാഖ്യാനിക്കുന്നുണ്ട്. ഏതായാലും 2025 യൂറോപ്പിനെ സംബന്ധിച്ച് അത്ര ശുഭസൂചകമല്ല എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞ ഈ രണ്ട് ബാബ വാങ്കയുടെ പ്രവചന പുസ്തകത്തിലും നോസ്ട്രാമസിന്റെ പ്രവചന പുസ്തകത്തിലും 2025 യൂറോപ്പിന് അശുഭ വർഷം എന്നാണ് പ്രവചിക്കുന്നത്. അപ്പം എക്കണോമിക് എൻവയോൺമെന്റൽ കാറ്റാസ്ട്രോഫ്സ് ഉണ്ടാകും എന്നാണ് കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ പ്രവചനമുണ്ട്. ക്ലൈമറ്റ് ചേഞ്ച് നമുക്കറിയാം. ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ടുള്ള എൻവയോൺമെന്റൽ ക്രൈസിസ് കുറെ നാളായിട്ട് നമ്മൾ അതേപ്പറ്റിയൊക്കെ ധാരാളം കേൾക്കുന്നുണ്ട്. ഏതായാലും അദ്ദേഹം വലിയ ഒരു ആശങ്ക ആ മേഖലയിൽ പ്രകടിപ്പിച്ചിട്ടുണ്ട്. മൂന്നാമത്തെ അദ്ദേഹത്തിന്റെ പ്രവചനം
എക്കണോമിക് കൊളാപ്സ് ആണ്. മേ ബി ദാറ്റ് ലൈൻ ക്യാൻ ബി ഇന്റർപ്രറ്റഡ് ആസ് എ ട്രാൻസ്ഫോർമേഷൻ എന്ന് പല ആളുകളും പറയുന്നു. അദ്ദേഹം എഴുതിയിരിക്കുന്ന ഇതാണ്: ദ റിച്ച് ഷാൽ ഡൈ മെനി ടൈംസ് ഓവർ, their wealth turned to dust. അതായത് ധനികർ, സമ്പന്നർ പലകുറി മരിക്കുകയും അവരുടെ സമ്പത്ത് പൊടിയായി തീരുകയും ചെയ്യും എന്നാണ് കവിത അദ്ദേഹം എഴുതിയിരിക്കുന്നത്. അതിനെ എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം. അപ്പൊ അതുകൊണ്ടൊരു എൻവയോൺമെന്റൽ കാറ്റാസ്ട്രോഫിനോടൊപ്പം തന്നെ ഒരു എക്കണോമിക്കൽ കൊളാപ്സ് ഉണ്ടാകും എന്ന് പ്രവചനം വ്യാഖ്യാനിക്കുന്നവര് പറയുന്നുണ്ട്. വലിയൊരു എക്കണോമിക്കൽ കൊളാപ്സോ, ഒരു ഗ്ലോബൽ ലേബർ മാർക്കറ്റിലൊക്കെ ഇപ്പൊ AI ഒക്കെ വരുന്നുണ്ട്. ഒരുപാട് ആളുകളുടെ, ലക്ഷക്കണക്കിന് ആളുകളുടെ ഒക്കെ ജോലിയാണ് ഒരേ സമയം ഒറ്റയടിക്ക് പോകുന്നത്. പ്രത്യേകിച്ച് ഇപ്പൊ അമേരിക്കയിലെ പോർട്ടുകളിൽ ഈ വർഷം ഉണ്ടായ സമരം നിങ്ങൾക്കറിയാം. അമേരിക്കൻ പോർട്ടുകളിൽ 10,000 കണക്കിന് ആളുകളുടെ ജോലിയാണ് ഒറ്റയടിക്ക് നഷ്ടപ്പെട്ടത്. അപ്പൊ അടുത്ത വർഷം AI പുതിയ ജനറേഷൻ വരുന്ന സമയത്ത് ലോകവ്യാപകമായിട്ട് എന്താ സംഭവിക്കുന്നതെന്ന് അൺപ്രഡിക്റ്റബിൾ ആണ്. അപ്പൊ ഇലോൺ മസ്കിനെ പോലെയുള്ള ആളുകളൊക്കെ അതിന് പറയുന്നത്, ഈ ആളുകൾക്ക് മുഴുവൻ ജോലി ചെയ്യാതെ ശമ്പളം കൊടുക്കാൻ പ്രിപ്പയർ ആയിക്കോളാനാണ്. അപ്പൊ അതിന് അദ്ദേഹം ഒരു ഓമന പേര് വിട്ടിട്ടുണ്ട്. ഞാൻ ആ പേര് മറന്നുപോയി. അദ്ദേഹം പറയുന്നത് ഗ്ലോബൽ സാലറി, അങ്ങനെ ഒരു പേരും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഏതായാലും ഒരു എക്കണോമിക് ക്രൈസിസ് ഈ പ്രവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. എന്തായിരിക്കും സംഭവിക്കുക എന്ന് നമുക്കറിയത്തില്ല. വലിയൊരു ക്രൈസിസ്, വലിയൊരു പ്രതിസന്ധി 2025 സംഭവിക്കുമെന്ന് 460 വർഷം മുമ്പ് 460 വർഷം മുമ്പത്തെ പ്രവചനമാണ് നമ്മളിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. The rich shall die many times over, their wealth turned to dust. പിന്നെ അദ്ദേഹത്തിന്റെ അടുത്ത പ്രവചനം അനുസരിച്ച് വലിയ സാങ്കേതിക മേഖലയിൽ കുതിച്ചുചാട്ടം, വലിയ മുന്നേറ്റം ഉണ്ടാകുന്നു. അത് ബാബ വാങ്കയുടെ പ്രവചനവുമായിട്ട് പൊരുത്തപ്പെട്ടു വരുന്നു, വളരെയധികം മാച്ച് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പം അദ്ദേഹത്തിന്റെ കവിത ഇങ്ങനെയാണ് പോകുന്നത്: ത്രൂ അയൺ ബീസ്റ്റ് ഗ്രേറ്റ് നോളജ് ഷാൽ എമേർജ്, ബട്ട് വിത്ത് ഇറ്റ് ദ ഹാർട്ട്സ് ഓഫ് മെൻ വിൽ ഡാർക്കൻ. അപ്പോ അയൺ ബീസ്റ്റ് എന്നാ പറയുന്നത്, ഇരുമ്പ് മൃഗങ്ങൾ, അത് റോബോട്ടുകളെ കുറിച്ചാണ് എന്ന് വളരെ ഉറപ്പാണ്. AI സാങ്കേതിക വിദ്യ വരുന്നതിനെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. വലിയ മുന്നേറ്റം സാങ്കേതിക രംഗത്തുണ്ടാകും. പക്ഷേ മെൻസ് ഹാർട്ട് വിൽ ബി ഡാർക്കൻഡ്, മനുഷ്യന്റെ ഹൃദയം ഇരുണ്ടുപോകും, മനുഷ്യർ ദുഃഖാകുലരാകും. തൊഴിൽ നഷ്ടനിമിത്തമായിരിക്കാം, AI സാങ്കേതിക വിദ്യ സകല മേഖലകളിലും ഉണ്ടാക്കാൻ പോകുന്ന മേധാവിത്വത്തെ ഓർത്തായിരിക്കാം. അപ്പൊ അതിന് ഹെഡ്സ് ഓഫ് മേൻ വിൽ ഡാർക്കൻ എന്നാണ് എഴുതിയിരിക്കുന്നത്. ഹെഡ്സ് ഓഫ് മേൻ വിൽ ഡാർക്കൻ എന്നുള്ളത് രണ്ട് രീതിയിൽ ഇന്റർപ്രറ്റ് ചെയ്യാം. നിരാശയാണ് എല്ലാ ഇന്റർപ്രിട്ടേഷനും എടുക്കുന്നത്. പക്ഷെ ഞാൻ ചിന്തിക്കുമ്പോൾ, ഞാൻ പോയം വായിക്കുമ്പോൾ എനിക്ക് തോന്നുന്ന ഇന്റർപ്രിട്ടേഷൻ ഒരുപക്ഷെ ഹാർട്ട്സ് വിൽ ഡാർക്കൻ എന്നുള്ളത് ഒരു തിയോളജിക്കൽ കോണ്ടെക്സ്റ്റിൽ പഠിക്കുമ്പോൾ മനുഷ്യർ കൂടുതൽ ദയാരഹിതരായി തീരുകയും ക്രൂരന്മാരായി തീരുകയും രഹിതരായി തീരുകയും ഒക്കെ ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരുപാട് ആളുകൾക്ക് ഇപ്പൊ എത്തീസത്തിലേക്കൊക്കെ മാറുന്ന, ഈശ്വര വിശ്വാസമൊക്കെ ഇല്ലാണ്ടാകുന്ന സമയത്ത് കരുണ, സ്നേഹം, ദയ, മനസ്സലിവ്, എന്തിനാണ് ഒരാളുടെ കരുണ കാണിക്കുന്നത്? ദർ ഇസ് നോ പോയിന്റ്. അപ്പൊ അങ്ങനെ ഒരു പക്ഷേ ഡാർക്കൻ ഹാർട്ട് എന്നുള്ളത് ഒരു പക്ഷേ കഠിന ഹൃദയരായി മാറുന്നതിനെ കുറിച്ചായിരിക്കാം. അത് എനിക്കറിയില്ല. കവിത ഇങ്ങനെയാണ്. പക്ഷെ അത് ഞാനത് നിങ്ങളുടെ ഇന്റർപ്രിട്ടേഷൻ വിടുകയാണ്. ത്രൂ അയൺ ബീസ്റ്റ് ഗ്രേറ്റ് നോളജ് ഷാൽ ഇമേർജ്, ബട്ട് വിത്ത് ഇറ്റ് ദ ഹാർട്ട്സ് ഓഫ് മെൻ വിൽ ഡാർക്കൻ എന്നാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. അപ്പം അത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ വലിയ അഡ്വാൻസ്മെന്റിനെ കുറിച്ചായിരിക്കാമെന്ന് പൊതുവെ അദ്ദേഹത്തിന്റെ അനുയായികൾ വ്യാഖ്യാനിക്കുന്നുണ്ട്. ഇപ്പൊ തൽക്കാലം നമുക്ക് ലെറ്റ് us സബ്സ്ക്രൈബ് ടു ദെയർ ഇന്റർപ്രിട്ടേഷൻ. അപ്പൊ അഞ്ചാമത് ചൂസ് ചെയ്യുന്ന അദ്ദേഹത്തിന്റെ പ്രവചനങ്ങളിൽ ആസ്ട്രോണമിക്കൽ ഇവന്റ്സ്, സെലസ്റ്റിയൽ സൈറ്റ്സ്, അതായത് വലിയ ആകാശ ലക്ഷണങ്ങളെ കാണുന്ന ഒരു വർഷമാണ്. കണ്ടോ, ഇത് കൃത്യം ബാബ വാങ്കയുടെ പ്രവചനമായിട്ട് ഒക്കുന്നുണ്ട്. ബാബ വാങ്ക പറഞ്ഞത് എക്സ്ട്രാ ടെറസ്ട്രിയൽ ലൈഫുമായിട്ടുള്ള ഇന്ററാക്ഷൻ സംഭവിക്കുമെന്നാണ് അവർ പറയുന്നത്. ഇദ്ദേഹത്തിന്റെ പ്രവചനത്തിൽ ആകാശ ലക്ഷണങ്ങൾ, സെലസ്റ്റിയൽ സൈൻസ് ഉണ്ടാകും.
സെലസ്റ്റിയൽ സയൻസ് കാണുന്ന ഒരു ആകാശലക്ഷണങ്ങൾ കണ്ടു കണ്ടു, ക്ഷാമഭൂകമ്പ ശബ്ദം കേട്ടോ കേട്ടോ, ഗ്ലോറി ഇനിയിപ്പോ ഇത് മതി, നമുക്ക് പാട്ട് ഡ്രമ്മൊക്കെ തപ്പിയെടുത്ത് അങ്ങോട്ട് കൊട്ടിക്കൊണ്ട് ആകാശലക്ഷണങ്ങൾ കണ്ടു കണ്ടു, ക്ഷാമഭൂകമ്പ ശബ്ദം കേട്ടോ കേട്ടോ. കേൾക്കുമോ കർത്താവിന്റെ കാഹള ശബ്ദം നീ കേൾക്കുന്നുണ്ടോ? ഏതായാലും എക്സ്ട്രാ ടെറസ്ട്രിയൽ ബീയിങ്ങുമായിട്ടുള്ള ഇന്ററാക്ഷന് നമുക്ക് ലെറ്റസ് ഗെറ്റ് റെഡി ഫോർ ദാറ്റ്. അപ്പോൾ ഇതിനെപ്പറ്റി പറയുന്നത് അദ്ദേഹത്തിന്റെ ഭാഷയിൽ, അദ്ദേഹത്തിന്റെ ആ പോയം ഇങ്ങനെയാണ്: ഫയർ ഇൻ ദ ഹെവൻസ്, എ ഗ്രേറ്റ് കോൺഫ്ലഗ്രേഷൻ, ദ സ്കൈ ഷാൽ ബേൺ അറ്റ് മിഡ്നൈറ്റ്. അർദ്ധരാത്രിയിൽ ആകാശം വെന്തെരിയുമെന്നാണ് കവിതയുടെ മലയാളം പറഞ്ഞത്. അപ്പൊ അർദ്ധരാത്രിയിൽ ആകാശം വെന്തെരിയുന്നത് എന്തായിരിക്കും? മേ ബി എ ന്യൂക്ലിയർ ബ്ലാസ്റ്റ് ഇൻ ദ മിഡ് നൈറ്റ്, മേ ബി ആൻ എക്സ്ട്രാ ടെറസ്ട്രിയൽ ഇവന്റ്സ്, സെലസ്റ്റിയൽ സൈൻ. അദ്ദേഹം കണ്ട ദർശനം അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഇതെല്ലാം അദ്ദേഹം പ്രവചിച്ചിരിക്കുന്നത്. 2025 പറ്റി ഒരുപാട് പ്രവചനങ്ങളുണ്ട് അദ്ദേഹത്തിന്റെ. യു ക്യാൻ പോണ്ടർ ത്രൂ ഹിസ് പ്രോഫസീസ് അബൌട്ട് 2025. ഞാൻ അതിൽ നിന്ന് ചെറിയ പിക്ക് ചെയ്ത് 5 എടുത്ത് എന്നേ ഉള്ളൂ.